സുഹൃത്തുക്കളെ, ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യനില്ലാതിരുന്ന കാലത്ത് ഈ ലോകത്ത് എന്തുണ്ടായിരുന്നു? വെറും കാട് മാത്രമല്ലേ? പിന്നെ മനുഷ്യവർഗം ഉണ്ടായി, കാടുകൾ നശിപ്പിച്ച് നഗരങ്ങൾ കെട്ടിപ്പടുക്കി. ഇന്ന് അതേ മനുഷ്യർ തന്നെ നഗരത്തിന്റെ ആഡംബരങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വെൽനസിനു വേണ്ടി കാട്ടിലേക്ക് പോകുന്നു. നമ്മുടെ അടുത്ത ഐഡിയ ബാസ് കാടിന്റെ ഈ ഒരു വെൽനസിനെ നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഇൻഡോറിൽ നിന്നുള്ള അശ്വജിത്ത് ആൻഡ് ചിത്രാൻഷ്. ഹലോ. നമസ്കാരം. വെൽക്കം ടു ദ ഷോ. ഇത്ര ചെറിയൊരു യങ് ഫൗണ്ടറിനെ ഈ ഐഡിയ ബസിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓക്കെ, യങ് ഫൗണ്ടറിന്റെ മനോഹരമായ പിച്ചിനായി നമ്മൾ എല്ലാവരും തയ്യാറാണ്. സോ ഗുഡ് ലക്ക്. താങ്ക് യു. യൂസ് യുവർ ടൈം വെൽ. ടൈറ്റൻസ്, വെൽക്കം ടു യൂണിസ് ഫോറസ്റ്റ് റിച്വൽ. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഒരു ചെറിയ ബോൾ വെച്ചിട്ടുണ്ട്. ആ ബൗളിന്റെ അകത്ത് കുറച്ച് ഹാൻഡ് ക്രഷ് ലീവ്സ് ഉണ്ട്. പ്ലീസ് നിങ്ങൾ എല്ലാവരും ആ ലീവ്സ് ഒന്ന് കയ്യിലെടുക്കൂ. എന്നിട്ടത് ഫീൽ ചെയ്യൂ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. എന്നിട്ടൊന്ന് സ്മെൽ ചെയ്ത് നോക്കൂ. ഇപ്പൊ ഒഫീഷ്യലി ഈ കാർഡ് നിങ്ങളുടെ ഉള്ളിനകത്തുണ്ട്. ഇത് മുഴുവനായിട്ടും പ്രകൃതി മാത്രമാണ്. ഫ്ലാഷി പാക്കേജിംഗ് അല്ല. ഇതിൽ ഫേക്ക് ഫ്രാഗ്രൻസും ഇല്ല. ഇത് മൊത്തത്തിൽ പ്രകൃതിയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു സമ്മാനമാണ്. ഇത് ഡീറ്റോക്സ് അല്ല. ഇത് നേരിട്ട് കാട്ടിൽ നിന്നെടുത്തതാ. ടൈറ്റൻസ്, നിങ്ങളുടെ മുൻപിൽ ഒരു മൺകലമുണ്ട്, നോക്കിയേ. പിന്നെ അടുത്ത് തന്നെ വിത്തുകളുമുണ്ട്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ ആ വിത്തിനെ അടുത്തുള്ള പ്ലാന്ററിൽ ഇട്ടേക്ക്. കൺഗ്രാറ്റുലേഷൻസ് ടൈറ്റൻസ് ആൻഡ് വെൽക്കം ടു ദ കമ്മ്യൂണിറ്റി ഓഫ് 40,000 സീഡ്സ്. ഇത് ഞങ്ങൾ കഴിഞ്ഞ 8 വർഷങ്ങളിൽ ഒരു വരണ്ട മലയിലാണ് നട്ടുവെച്ചത്. ഇന്ന് അത് ബയോഡിവേഴ്സിറ്റി അവാർഡഡ് സൈറ്റ്. ഇന്ന് ഈ ലോകത്തിൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ട്, പൊല്യൂഷനും ഉണ്ട്, പിന്നെ സ്കിൻ ഷെയർ സെൽസ് എല്ലാം തന്നെ ഫേക്ക് ആണ്. പക്ഷെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ശരിക്കുമുള്ള വെൽനസ് ആണ്. ഫോറസ്റ്റിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട്, പ്ലാസ്റ്റിക് ആൻഡ് ഗിൽറ്റ് ഫ്രീ, പിന്നെ കെമിക്കൽസിൽ നിന്നും വിമോചനം. ശരി, വരൂ. ഇപ്പോൾ ആ പ്രോഡക്ട്സ് നമുക്ക് കാണാം. അത് സ്കിന്നിന് മാത്രമല്ല നാവിഷ് ചെയ്യുന്നത്, കൂടാതെ ഈ ഭൂമിയെയും നമ്മുടെ കാടുകളെയും സംരക്ഷിക്കുന്നു. പ്രസന്റിംഗ് ഹിയോണി. ഞങ്ങളുടെ എല്ലാ പ്രോഡക്ട്സും ഇതാ നിങ്ങൾ ഇവിടെ കാണുന്നില്ലേ. ഇത് സസ്റ്റൈനബിൾ ആണ്. ഞങ്ങൾ 60-നും മുകളിൽ ട്രൈബൽ കമ്മ്യൂണിറ്റീസിന് ജോലി കൊടുത്തിട്ടുണ്ട് അക്രോസ് ദ കൺട്രി. പിന്നെ അതിന്റെ പകരമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ അത്ഭുത പ്രസാദം. ഇതൊരു അത്ഭുതം തന്നെ. പിന്നെ അത് എന്റെ കയ്യിലുണ്ട്. നിങ്ങളുടെ മുമ്പ് എത്രയോ പേര് പിച്ച് ചെയ്യാൻ വന്നിട്ടുണ്ടാവും. എല്ലാവരും ഇത് പ്യൂർ ആണെന്ന് കഥ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇത് വളരെ പ്യൂർ ആണ്. എങ്ങനെയാണ് തെളിയിക്കേണ്ടത്? ഇത് നിങ്ങൾക്ക് കഴിക്കാനും പറ്റും. ടെൻഷൻ അടിക്കുകയേ വേണ്ട. ഞങ്ങളുടെ കയ്യിൽ ഇതിനു വേണ്ടിയുള്ള ഫുഡ് ലൈസൻസ് ഉണ്ട്. ടൈറ്റൻസ്, സസ്റ്റൈനബിൾ വെൽനസ് ഫീൽഡിൽ നമ്മുടെ നാട്ടിലും പുറത്തും ഫേമസ് ആകാൻ ആഗ്രഹമുണ്ട്. ഞങ്ങളുടെ ആവശ്യം 80 lakhs for 10% equity. സോ ടൈറ്റൻസ്, നിങ്ങൾ ഹിയോണിയുടെ കൂടെ കൈകോർക്കാൻ വരുന്നോ? ഗംഭീരമായിട്ട് സംസാരിച്ചു മോനെ. താങ്ക് യു. ഈ പ്രായത്തിൽ ഞാനൊക്കെ സ്കൂളിൽ കവിതകൾ മനപ്പാടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയായിരുന്നു. ഇവനാണെങ്കിൽ ഇവിടെ വന്ന് പിച്ച് ചെയ്യുന്നു. ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ താങ്കളുടെ റോൾ എന്താണ്? ഒരു അൺഒഫീഷ്യൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് വേണമെങ്കിൽ പറയാം. താങ്കളെ കാണുമ്പോൾ ഈ പ്രൊഡക്റ്റിന്റെ പെർഫെക്റ്റ് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വനത്തിന്റെ മണമാണ് അടിക്കുന്നത്. ഞാനിപ്പോ ഈ പ്രോഡക്റ്റ് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ്. സോ ആദ്യം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കേ, അതിനുശേഷം നമുക്ക് ചർച്ച തുടരാം. ടൈറ്റൻസ്, പ്ലീസ്. ഇതാ കണ്ടില്ലേ ഞങ്ങളുടെ അത്ഭുത പ്രോഡക്റ്റ്, കാർബൺ നെഗറ്റീവ് ബോഡി ബട്ടർ ബാർ. അത് നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഞാൻ നിങ്ങൾ എല്ലാവർക്കും ഇന്ന് നമ്മൾ എല്ലാവരും കഴിക്കും ബോഡി ബട്ടർ. ഇതാ നിങ്ങൾ തന്നെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഞാൻ ടേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. ഇത് കയ്യിലെടുത്ത് നന്നായി റോൾ ചെയ്യൂ. ഇതിൽ ഫ്രാഗ്രൻസ് ഒന്നും ഇല്ല, എഡിബിൾ ആണ്. പിന്നെ ഇത് 100% വീഗൻ. ഒറ്റ സിംഗിൾ ഇൻഗ്രീഡിയൻസിലാണ് ചെയ്തത്. 40 ഡിഗ്രിയിലും ഇത് മെൽറ്റ് ആവില്ല. ഇവിടെ ധാരാളം പ്രോഡക്റ്റുകൾ ഉണ്ടല്ലോ. പാക്കേജിംഗും വളരെ നന്നായിട്ടുണ്ട്. നാച്ചുറൽ ഗുഡ്സിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ആക്ച്വലി റീക്ലൈൻ ഫൈൻ വുഡ് ആണ്. സോ കുറെ വേസ്റ്റ് വുഡ്സ് വരുന്നില്ലേ, നമ്മൾ കുറെ ഗിഫ്റ്റിംഗ് ചെയ്യാറില്ലേ. ഇത് കണ്ടു കഴിഞ്ഞാൽ കാർബനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുത്ത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ അകത്ത് കണ്ടില്ലേ, കോവിലില് നാളികാരം പൊട്ടിക്കുമ്പോ അതിൽ നിന്ന് റീജനറേറ്റ് ചെയ്താണ് ഈ ഫില്ലിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ അകത്തുള്ള പ്രോഡക്റ്റില് ഇത് വളരെ അത്ഭുതമായ പ്രോഡക്റ്റ് ആണ്. ഞങ്ങളുടെ കൂടെ സയന്റിസ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. സോ മോഡേൺ സയൻസ്, മോഡേൺ ബയോടെക്നോളജിയും യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രസന്റേഷൻ കാണാം.
ശരി, ക്യൂനിയുടെ അർത്ഥം എന്താ? ക്യൂനി ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരാണ്. അത് ഇൻഡോറിനും ഭോപ്പാലിനും നടുക്കാണ്. ഓക്കെ. ആദ്യമായിട്ട് ഞങ്ങൾ ക്യൂലി കാട്ടിന്റെ അകത്ത് പോയപ്പോൾ അവിടെ തീ പിടിച്ചിരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടുത്തെ കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവർക്ക് പഴങ്ങൾ ആവശ്യപ്പെട്ടു. അത് അവർ കാട്ടിൽ നിന്ന് തന്നെ എടുത്തു. അത് കിട്ടാത്തപ്പോഴാണ് അവർ തീ ഇടുന്നത്, അത് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി. ലൈവ്ലിഹുഡ് വാസ് അറ്റ് സ്റ്റേക്ക്. അതായത് നിങ്ങൾക്ക് ബ്രെഡും ബട്ടറും കിട്ടിയില്ലെങ്കിൽ ദാറ്റ് ഇസ് സൂപ്പർ ഇമ്പോർട്ടൻറ്റ്. സോ ഞങ്ങൾക്ക് എന്ത് തോന്നിയെന്ന് വെച്ചാൽ ജംഗിളുടെ ബോർഡറിൽ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ജോലി കൊടുക്കുന്നത് വളരെ അത്യാവശ്യമെന്ന് തോന്നി. അപ്പൊ കാടും രക്ഷപ്പെടും, അവരും ജീവിക്കും. അതും കുറച്ച് മാസങ്ങളിൽ ഇൻക്ലൂസീവായിട്ട് മാറും. ഞങ്ങൾ കാട്ടിന്റെ അകത്ത് പോയി കുറച്ച് പൂവും ഇലകളും പറിച്ചു. താഴെ വീണ് കിടന്ന കുറച്ച് പൂക്കളും എടുത്തു. പിന്നെ അത് വെച്ച് ഞങ്ങൾ ഒരു സിറപ്പ് ഉണ്ടാക്കിയെടുത്തു. അത് കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ടയ്ക്ക് നല്ല സുഖം ഉണ്ടാവും. പിന്നെ അതിലും ഇതിലും നിന്ന് എന്തൊക്കെ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നി, നാച്ചുറൽ സാധനങ്ങളിൽ നിന്ന്. അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സസ്റ്റൈനബിലിറ്റി ആണ്. അതായത് നമ്മുടെ ചുറ്റും ഇപ്പോൾ ലഭ്യമാകുന്ന വസ്തുക്കൾ അത് സെയിം ടു സെയിം ഇഫ് നോട്ട് ബെറ്റർ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും അത് കിട്ടണം. അപ്പൊ ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഞാൻ ഉത്തരാഖണ്ഡിലെ ഒരു കാട്ടിന്റെ ഒരു വശത്താണ് താമസിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ട്രൈബൽസിനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ എന്റെ കൈകൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഫീലാ തരുന്നത്. ശരിക്കും നല്ല പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ എത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തു ഇതുവരെ? ടോട്ടൽ 2 വർഷങ്ങളിൽ 4.5 CR. ഇതില് നിങ്ങളുടെ സേവിങ്സ് ആണോ ഉള്ളത്? അതെ, ഞങ്ങളുടെ സേവിങ്സ് തന്നെ. ഇതൊന്ന് പറയാമോ, ഇത്രയും പണം എവിടെന്നാ വന്നതെന്ന്? ആദ്യം ഞങ്ങൾ, അതായത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ബിസിനസ് ചെയ്തിരുന്നു, വെൽനെസ് ഔട്ട്ലെറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആ ബിസിനസ് ഓട്ടോമേറ്റ് ചെയ്ത് എന്റെ ഭാര്യയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സോ അതിൽ നിന്ന് കുറച്ച് സേവിങ്സ് വന്നു. ആ സപ്പോർട്ടിൽ ഞങ്ങൾ കുറച്ച് അവർക്ക് സാലറീസ് കൊടുക്കാൻ പറ്റി. സോ അങ്ങനെയാണ് എനിക്ക് സപ്പോർട്ട് കിട്ടിയത്. മിസ്റ്റർ അശ്വത്, നിങ്ങൾ ആർക്കൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നത്? ഇന്നുവരെ ഞങ്ങൾ പാർക്ക് ഹോട്ടൽസിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, ചില മാരിറ്റ് ഹോട്ടൽസിനും ചെയ്യുന്നുണ്ട്, റാഫൽസിൽ ചെയ്യുന്നു. പിന്നെ ഇതുപോലെ കുറച്ച് വലിയ ഹോട്ടൽസ് ഉണ്ട്, അവർക്കും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി ആ പ്രൈസിങ്ങിനെ കുറിച്ചൊന്ന് പറയൂ. അതായത് മാർക്കറ്റിൽ നിങ്ങളുടെ പൊസിഷനിങ് എങ്ങനെ ഉണ്ടായിരിക്കണം? എങ്ങനെയുള്ള കൺസ്യൂമേഴ്സ് ആണ് ഇത് വാങ്ങുന്നത്? അതിനെക്കുറിച്ച് ഒന്ന് പറയൂ. 400 രൂപ തൊട്ട് സാധനങ്ങൾ 2000 രൂപ വരെ ഉണ്ട്, അതിൽ കൂടുതലുമുണ്ട്. പിന്നെ ഇതിൽ ചില സാധനങ്ങൾ നോക്കിയാൽ മാർക്കറ്റിന് വളരെ പുതിയതാണ്. അതായത് ഇതുപോലത്തെ പ്രോഡക്ട്സ് അവൈലബിലിറ്റി ഇല്ല. ഇമാജിൻ ചെയ്ത് നോക്കൂ, അതായത് ഒരു മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിന്റെ മൈക്രോ ബയോഡൈവേഴ്സിറ്റി എൻഹാൻസ് ചെയ്യും. ഫിൻലൻഡിൽ നിന്ന് വരുന്ന ഇൻഗ്രീഡിയന്റ്, അതിൽ 700 മുകളിലുള്ള ബെനിഫിഷ്യൽ ബാക്ടീരിയാസ് ഉണ്ട്. അതിൽ 2 ഗ്രാമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ നമ്മളുടെ ഈത്തോസ് ഇല്ലേ, അത് നോക്കിക്കഴിഞ്ഞാൽ അത് നമ്മളുടെ സസ്റ്റൈനബിലിറ്റി ആണ്. ഞങ്ങൾ അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോ ഞങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ പ്രീമിയമിലിരുന്ന് മാസ് പ്രീമിയം ഉള്ള സെഗ്മെന്റ് ഉണ്ടല്ലോ, സോ അതിനെ ക്യാപ്ചർ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ ചില ആഗ്രഹിക്കുന്നത്? പ്രോഡക്ട്സ് പ്രീമിയത്തിൽ വെക്കും, പല പ്രോഡക്ട്സ് മാസ് പ്രീമിയത്തിലും വെക്കും. അപ്പോഴേ ഞങ്ങൾക്ക് പെനിട്രേഷൻ ഉണ്ടാവും. അത് ടേസ്റ്റും ചെയ്യാതെ ട്രൈയും ചെയ്യാതിരുന്നാൽ പിന്നെ എങ്ങനെയാ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് മനസ്സിലാക്കുക? കാരണം ചില പ്രോഡക്ട്സ് വളരെ പുതിയതാണ്. സി, പ്രൈസിംഗ് ഇല്ലേ ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഗോ ടു യുവർ മാർക്കറ്റ് സ്ട്രാറ്റജി. അതായത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവർക്ക് എത്ര പണം തരാൻ പറ്റും, അല്ലെങ്കിൽ അവരെ കൊണ്ട് എത്ര ചെലവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പ്രൈസിംഗില് അല്ലെങ്കിൽ ഇത്ര ചേഞ്ചസ് വരുത്തേണ്ട ആവശ്യം ഉണ്ടാകില്ല. സന്ദേശ് സർ, താങ്കൾ ഇൻഡോറുകാരനല്ലേ? താങ്കളുടെ അടുത്ത് നിന്ന് വന്ന ആളാണ്. അവിടെയുള്ള കാട്ടിൽ നിന്നുള്ള സാധനങ്ങളാണ്. സ്വന്തം നാട്ടുകാരെന്നും പറഞ്ഞ് എന്നെ പ്രശ്നത്തിൽ കൊടുക്കല്ലേ. ബെസ്റ്റ് ഫോർ ലാസ്റ്റ്, ബെസ്റ്റ് ഫോർ ലാസ്റ്റ്. ഞാൻ നേരെ ബിസിനസ്സിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ ഈ വെൽനസ് പ്രോഡക്റ്റ് ഇല്ലേ, ഇപ്പൊ നിങ്ങൾ എത്ര വെൽനസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്? അറൌണ്ട് 15 ഉണ്ട്. നിങ്ങൾ തന്നെയാണ് ഓൺ ചെയ്യുന്നത്? അതെ. അപ്പോ പ്രോഫിറ്റ് മേക്കിംഗ് അല്ലല്ല, ആ ബിസിനസ് വേറെ ഈ ബിസിനസ് വേറെ അല്ലേ? സോ നിങ്ങൾ ഈ ബിസിനസ് ആ ബിസിനസ്സിലേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്? അതെ, ചില സെന്റേഴ്സിൽ ഞങ്ങൾ ഡിസ്പ്ലേയും ചെയ്യുന്നുണ്ട്, യൂസും ചെയ്യുന്നുണ്ട്. സോ മുഴുവൻ 15-ൽ നിങ്ങളുടെ ഈ 8 ലക്ഷം രൂപയുടെ സെയിൽസ് ഉണ്ടല്ലോ, അതായത് ഇതിൽ ആ സെന്റേഴ്സിൽ നിന്നും എത്ര വരുന്നുണ്ട് പെർസെന്റേജ് ഇപ്പോ വൈസ്? അത് കുറച്ച് കുറവാണ്. എന്നെ സംബന്ധിച്ച് അവിടെ മാസം 50,000 തൊട്ട് 80,000 വരെ സെയിൽ ആവും. സാർ, എനിക്ക് വലിയ ചാലഞ്ചായി തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് എവിടെ നിങ്ങളുടെ മുഴുവൻ കൺട്രോൾ ഉണ്ടോ 15 റീറ്റെയിൽ സ്പാ സെന്റേഴ്സ്, നിങ്ങൾക്ക് അവിടെ തന്നെ സെയിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ പുറത്തെങ്ങനെ നിങ്ങൾ സെയിൽ ചെയ്യും? മിസ്റ്റർ അശ്വത്, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാ, അതായത് നിങ്ങൾ ഉടനെ തന്നെ പ്രോഫിറ്റബിലിറ്റി പ്രതീക്ഷിക്കാതെ ഇരിക്കാം. ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് പിന്നെ ആണ്. താങ്കൾ ഇവിടെ ഇരിക്കുന്ന ടൈറ്റൻസിനോട് പണം ചോദിക്കുന്നില്ലേ? അത് താങ്കൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? എവിടെ ഉപയോഗിക്കാൻ പോകുന്നു?
ഞങ്ങൾക്ക് കൂടുതൽ പണം ആവശ്യമുള്ളത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിനാണ്, നല്ല ഒരു വഴിയിൽ. രണ്ടാമത് ഞങ്ങൾ കുറച്ച് റിസോഴ്സസ് ആഡ് ചെയ്യണം, സീനിയർ റിസോഴ്സസ്. കാരണം സോഷ്യൽ മീഡിയ നന്നായി മനസ്സിലാക്കും, അത് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഒന്ന് നോക്കാം. നിങ്ങൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേട്ട് കഴിഞ്ഞു. കാർഡിനെ പറ്റിയുള്ള ഇവരുടെ കാഴ്ചപ്പാട്, നാച്ചുറിനെ പറ്റിയുള്ള ഇവരുടെ കാഴ്ചപ്പാട്, എത്തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണിത്, ഇതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഓഡിയൻസ്, നിങ്ങളുടെ വോട്ടിംഗ് മീറ്റേഴ്സ് എടുത്ത് യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രൊഡക്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എത്രമാത്രമാണ്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൾമോസ്റ്റ് 50-50. 41% ആളുകൾ ചിന്തിക്കുന്നു ഇതിന്റെ ആവശ്യം ഉണ്ട് എന്ന്. പിന്നെ 59% ആളുകൾ ഇതില്ലാതെയും എല്ലാം ഓക്കെയാണ് എന്ന് ചിന്തിക്കുന്നു. ടൈറ്റൻസിൽ നിന്ന് എന്താണ് വേണ്ടത്? വാട്ട് ഈസ് യുവർ ആസ്ക്? പിന്നെ ഞങ്ങൾ വാല്യുവേഷൻ ചെയ്തു. അത് പ്രകാരം ഞങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 80 lakhs ഫോർ 10% ഈക്വിറ്റി. ടൈറ്റൻസ്, നിങ്ങൾ ഇവരുമായി കൈകോർക്കാൻ തയ്യാറാണോ? ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ബ്രാൻഡ് കിയോണിയിൽ എനിക്ക് ചില പോസിറ്റിവിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. അതായത്, ഒന്ന്, ഇതിന്റെ ഒറിജിൻ ഉണ്ടല്ലോ, കാട്ടിൽ നിന്ന്. ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നോക്കി, വളരെ നന്നായിരിക്കുന്നു. നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് വേണ്ടി കുറച്ച് റീഫൗണ്ടിങ് നിങ്ങൾ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്ട്രാറ്റജിയെ കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കണം. ഇന്ന് നിങ്ങളുടെ ഈ ബ്രാൻഡിൽ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അർച്ചന, പറയൂ. വളരെ കോമൺ ആയ ഒരു കാര്യമുണ്ട് സ്റ്റാർട്ടപ്സിൽ. അതായത്, നിങ്ങൾ ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുന്നു, അപ്പോൾ മനസ്സിലാവുന്നു മാർക്കറ്റിൽ വേറൊരു കാര്യം നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മാറി സഞ്ചരിക്കേണ്ടി വരുന്നു. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ജേർണിയാണ് ഫൗണ്ടേഴ്സിന്. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഡിജിറ്റൽ ലാബിന്റെ മാർക്കറ്റിംഗ്, അതായത് നിങ്ങൾ പറഞ്ഞില്ലേ, സോ ആ കാര്യങ്ങളിൽ ഞാൻ ആക്റ്റീവ്ലി ഐ ക്യാൻ ഹെൽപ്പ് യു. പക്ഷേ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യം വരുമ്പോൾ ഇത് കുറച്ച് ഏർലി ആണ്. പക്ഷേ മാർക്കറ്റിംഗിൽ ഐ ക്യാൻ ഡെഫിനറ്റ്ലി വർക്ക് വിത്ത് യു ആൻഡ് ഹെൽപ്പ് യു ടു ഗെറ്റ് ദാറ്റ് സ്ട്രാറ്റജി. അതായത് നിങ്ങൾ ഡയറക്ഷൻ പ്രതീക്ഷിക്കുന്നില്ലേ? പക്ഷെ അതിനു മുമ്പ് നിങ്ങളുടെ ഈ 15 സ്റ്റോഴ്സിൽ നിങ്ങൾ വൈഫ് മാനേജ് ചെയ്യുന്ന, അതിൽ നിങ്ങളുടെ ഈ സെയിൽസ്, നിങ്ങളുടെ ഈ കറണ്ട് സെയിൽസിൽ 50% വരുന്നു. അതൊരു പ്രൂഫ് ഓഫ് കോൺസെപ്റ്റ് ആയിരിക്കും. അതിനുശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻഡോറിലേക്ക് വന്നും പോയിക്കൊണ്ടുമിരിക്കും. അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം വില്ലിംഗ് ടു വർക്ക് വിത്ത് യു. പിന്നെ ഇന്ന് ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് കൈതരാൻ എനിക്ക് പറ്റില്ല. പിന്നെ തീർച്ചയായും നിങ്ങൾ ഇവിടെ നിന്ന് ഒരു ഓർഡറോട് കൂടിയാണ് പോകാൻ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് ഒരു ഗിഫ്റ്റിംഗ് കമ്പനി ഉണ്ട്. സോ എന്റെ ഗിഫ്റ്റിംഗ് ഓർഡർ തീർച്ചയായിട്ടും താങ്കൾക്കാണ്. പിന്നെ തീർച്ചയായും എന്റെ ഗിഫ്റ്റിംഗ് കമ്പനിയിൽ താങ്കളുടെ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു മാർഗത്തിൽ ഞങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് തീർച്ചയായും അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. പക്ഷേ ഇപ്പോൾ പണം സംബന്ധിച്ച് നിങ്ങളോടൊപ്പം ഒരു ഡീലിൽ വരാൻ എനിക്ക് സാധിക്കില്ല. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു മിനിറ്റ് ചിത്രാഞ്ജനെ പറ്റി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത്, ഈ ചെറിയ പ്രായത്തിൽ ഇത്രമാത്രം കോൺഫിഡൻസോട് കൂടി നമ്മൾ എല്ലാവരോടും ബിസിനസിനെ പറ്റി സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ പറയാണ്, ഇവനാണ് നിങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ. ഷുവർ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഐഡിയ ബസ്സിലേക്ക് വന്നതിന് നിങ്ങൾ രണ്ടുപേർക്കും വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. Good luck. Thank you.